ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. വാക്കർത്ഥം. യാ അയ്യുഹ, ഹേ, അൽ മുദ്ദസ്സിർ, പുതച്ചു മൂടിയവൻ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഹേ, പുതച്ചു മൂടിയവനെ. വചനം 2. വാക്കർത്ഥം. കും, എഴുന്നേൽക്കുക. ഫഅൻദിർ, എന്നിട്ട് താക്കീതു ചെയ്യുക, മുന്നറിയിപ്പു നൽകുക. ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക, എന്നിട്ട് ജനങ്ങളെ താക്കീതു ചെയ്യുക. വചനം 3. വാക്കർത്ഥം. വറബ്ബക, നിന്റെ റബ്ബിനെ. ഫകബ്ബിർ, മഹത്വപ്പെടുത്തുക, തക്ബീർ നടത്തുക. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. വചനം 4. വാക്കർത്ഥം. വസിയാബക, നിന്റെ വസ്ത്രങ്ങളെ. ഫത്വഹിർ, ശുദ്ധമാക്കുക. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധിയാക്കുക. വചനം 5. വാക്കർത്ഥം. വറുജ്സ, ശിക്ഷയെ, പാപങ്ങളെ, മ്ലേച്ഛതയെ, വിഗ്രഹങ്ങളെ. ഫഹ്ജുർ, നീ വെടിയുക, പുറംതള്ളുക. വറുജ്സ ഫഹ്ജുർ, ശിക്ഷയ്ക്കു കാരണമായിത്തീരുന്നവയെ തൊട്ട് നീ വിട്ടുനിൽക്കുക. വചനം 1 മുതൽ 5 വരെയുള്ളതിൻ്റെ വിശദീകരണം. അൽ മുദ്ദസ്സിർ, പുതച്ചു മൂടിയവൻ എന്ന് സംബോധന ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാകുന്നു. ഇതിനുള്ള കാരണം മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് മനസ്സിലായല്ലോ. എന്നാൽ കഴിഞ്ഞ സൂറത്തിൻ്റെ ആരംഭത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില അഭിപ്രായങ്ങൾ ഇവിടെയും ഇല്ലാതില്ല. അതായത്, ഖുറൈശികളുടെ ഉപദ്രവം അതിരു കവിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് പുതച്ചു കിടന്നുവെന്നും ശേഷം ആ അവസരത്തിലാണ് ഇത് അവതരിച്ചതെന്നും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവതരിച്ചതെന്നും. പക്ഷേ മേലുദ്ധരിച്ച ഹദീസ് ഈ അഭിപ്രായങ്ങളെ ബലഹീനമാക്കുന്നു. മൂടി പുതയ്ക്കുവാൻ കാരണം എന്തു തന്നെ ആയിരുന്നാലും ശരി, വീട്ടിൽ മൂടി പുതച്ചുകൊണ്ടിരുന്നാൽ പോരാ എന്നും പുറത്തിറങ്ങി ജനങ്ങളെ താക്കീത് ചെയ്യുകയും ദിവ്യദൗത്യത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുകയും വേണ്ടതുണ്ടെന്നും ഇതിൽ സൂചന കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രബോധനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊള്ളണമെന്ന് അല്ലാഹു കൽപ്പിക്കുകയാണല്ലോ. പ്രബോധന കൃത്യത്തിൻ്റെ 2 പ്രധാന വശങ്ങളത്രേ സന്തോഷവാർത്ത അറിയിക്കലും താക്കീതു ചെയ്യലും, അഥവാ അത്തബ്ഷീറു വൽ ഇൻദാർ. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ച് സന്തോഷവാർത്തകളും, അത് രണ്ടും സ്വീകരിക്കാത്തവർക്ക് അവൻ്റെ ശിക്ഷാ നടപടികളെക്കുറിച്ച് ഭയവാർത്തകളും അറിയിക്കൽ എന്നത്രേ അതിൻ്റെ ഉദ്ദേശ്യം. ഈ 2-ൽ താരതമ്യേന ഖുർആൻ മുൻഗണന നൽകിക്കാണുന്നത് താക്കീതിൻ്റെ വശത്തിനാകുന്നു. ജനങ്ങൾ അന്ധവിശ്വാസത്തിലും അനാചാര ദുരാചാരങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അപ്പോഴാണല്ലോ പ്രവാചകന്മാരുടെ പ്രബോധന സംരംഭം രംഗപ്രവേശം ചെയ്യുന്നത്. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനായിരിക്കും സ്വാഭാവികമായും കൂടുതൽ സ്ഥാനമുള്ളത്. ഇതിനെപ്പറ്റി സൂറത്തു കഹ്ഫിൻ്റെ ആദ്യത്തിൽ വച്ചും മറ്റും നാം മുമ്പ് സംസാരിച്ചിട്ടുള്ളത് ഓർക്കുക. അതുകൊണ്ട് പ്രബോധന കൃത്യം ആരംഭിക്കുന്നതിനുള്ള ആദ്യത്തെ ഈ കൽപ്പനയിലും താക്കീതിൻ്റെ വശത്തിന് അല്ലാഹു മുൻഗണന നൽകിയിരിക്കുന്നു. തുടർന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യാനുള്ള കൽപ്പനയാണുള്ളത്. ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ മഹത്വത്തിനു പകരം
അവൻ്റെ ചില നിസ്സാര സൃഷ്ടികളുടെ മഹത്വങ്ങളെ പ്രകീർത്തനം ചെയ്തുകൊണ്ടും അള്ളാഹുവിൻ്റെ സ്ഥാനം ഇതര വസ്തുക്കൾക്ക് കൽപ്പിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം ഉണർത്തിയത് വളരെ സന്ദർഭോചിതമാണെന്ന് പറയേണ്ടതില്ല. ഇതുപോലെ തന്നെ വസ്ത്രം ശുദ്ധിയാക്കുക അഥവാ വസിയാബക ഫത്വഹിർ എന്ന കൽപ്പനയും ശ്രദ്ധേയമത്രേ. ശുദ്ധിക്കും വെടുപ്പിനും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ഇതിൽ നിന്നും ഊഹിക്കാം. ഒരു മുസ്ലിം സദായിപ്പോഴും മാലിന്യങ്ങളിൽ നിന്നും അശുദ്ധങ്ങളിൽ നിന്നും മുക്തനായിരിക്കേണ്ടതാണ്. നമസ്കാരാദി കർമ്മവേളകളിൽ വിശേഷിച്ചും പുറത്തേക്കിറങ്ങി ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരും തങ്ങളുടെ വേഷവസ്ത്രാദികളിൽ ശുചിയുടെ കാര്യം പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. അവരുടെ ഇണക്കവും സ്വീകരണവും ലഭിക്കുന്നതിന് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും പ്രബോധനം ചെയ്യാനുള്ള കൽപ്പനയോടൊന്നിച്ച് ഇക്കാര്യവും അള്ളാഹു ഉണർത്തിയത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പരിശോധിക്കുന്ന പക്ഷം ശരീരം, വസ്ത്രം, വേഷം, താടി, മുടി ആദിയായവയെല്ലാം തന്നെ വൃത്തിയിലും വെടുപ്പിലും വെക്കുന്നതിൽ തിരുമേനിക്ക് വളരെ നിഷ്കർഷയുണ്ടായിരുന്നുവെന്ന് കാണാം. ഈ വാക്യത്തിന് ചില വ്യംഗ്യാർത്ഥങ്ങളും ചില വ്യാഖ്യാതാക്കൾ കൽപ്പിക്കാറുണ്ട്. അതാണിവിടെ ഉദ്ദേശ്യമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. പാപങ്ങളിൽ നിന്ന് ശുദ്ധമായിരിക്കുക, മനസ്സും ശരീരവും പരിശുദ്ധമായിരിക്കുക, ഉപയോഗിക്കുന്ന വസ്ത്രം കുറ്റകരമായ വഴിക്ക് സമ്പാദിച്ചതല്ലാതിരിക്കുക, തെറ്റായ വിഷയങ്ങളിൽ വസ്ത്രങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നിങ്ങനെയുള്ള ചില സാരങ്ങളാണവ. മൊത്തത്തിൽ എല്ലാം സ്വീകാര്യവും തത്വത്തിൽ ഏറെക്കുറെ യോജിപ്പുള്ളതും തന്നെ. റുജുസ് എന്ന വാക്ക് റുജുസ് എന്നും റിജിസ് എന്നും വായനയുണ്ട്. രണ്ടായാലും ആ വാക്കിന് ശിക്ഷ, വിഗ്രഹാരാധന, പാപം, മാലിന്യം, ബഹുദൈവാരാധന, കിടിലം കൊള്ളൽ എന്നിങ്ങനെ പല അർത്ഥങ്ങളും വരുന്നതാകുന്നു. ഇവയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും അർത്ഥമാണ് വ്യാഖ്യാതാക്കൾ പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ശിക്ഷയെ അകന്നു നിൽക്കുക എന്നും വിഗ്രഹങ്ങളെ അകന്നു നിൽക്കുക എന്നും ശിക്ഷ കൊണ്ടുദ്ദേശ്യം ശിക്ഷാർഹമായ എല്ലാ പാപങ്ങളുമാകുന്നു.